ഈ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം അതൊരു വലിയ വിവാദമായി അതിൻ്റെ പിന്നാലെ അതിന് അന്വേഷണം വന്നിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിലുണ്ടായ പ്രോട്ടോകോൾ പ്രശ്നം ലംഘനം അത് നമ്മളെ അതിശയിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ആ കാര്യത്തിൽ ചർച്ച വരുന്നത് IAS IPS ഉദ്യോഗസ്ഥരുടെ പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ചാണ്. അതുപോലെ അണ്ടർ സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുണ്ട്, അവരെല്ലാം ഈ വേദിയിൽ കയറി എന്നുള്ളത്. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്, പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യം, ഈ റിനി ആൻഡ് ജോർജ് ഈ വേദിയിൽ കയറിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും അത് ചർച്ച ചെയ്തു. വിശദമായ ചർച്ചയാണ്. ലൂസ്റ്റോക്കിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത്, അല്ലാതെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവർക്കെല്ലാം അവിടെ സ്വാധീനം. അതൊരു മഹാവിജയത്തിന്റെ ചുവട് പിടിച്ച് ആരൊക്കെ എങ്ങോണ്ടൊക്കെ വലിഞ്ഞു കയറിപ്പോയി എന്നുള്ളതാണ്. മാത്രമല്ല, വേറൊരു വിചിത്ര കാര്യം സംഭവിച്ചത്, അന്ന് ഈ നിയുക്ത മന്ത്രിമാർക്കും നിയുക്ത MLA മാർക്കും ഒക്കെ ഒപ്പം അവരുടെ ബന്ധുക്കൾ മാത്രമല്ല, നാട്ടുകാരും സഹപ്രവർത്തകരും പടയിളകി വന്നതാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവസാനം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് VVIPകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട സ്ഥലത്തോട്ട് ആൾക്കാരെല്ലാം ഇടിച്ചു കയറി. ഇന്ന് എന്താണ് അവിടെ പോലീസും ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർമാരും ചെയ്തുകൊണ്ടിരുന്നത്? മാത്രമല്ല, നിയുക്ത മന്ത്രിമാരെ കൊണ്ടുവരാനുള്ള വഴിയിലൊക്കെ അവസാനം വേറെ വഴി കൂടെ, ഇടുങ്ങിയ വഴി കൂടെ കൊണ്ടുവരേണ്ടി വന്നു. ഏറ്റവും സെക്യൂരിറ്റി ആവശ്യമുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ ലോക്സഭയിൽ. മാത്രമല്ല, അതിന് അദ്ദേഹം വലിയ സുരക്ഷ ആവശ്യമുള്ളൊരു വ്യക്തിയാണ് രാഹുലും പ്രിയങ്കയും. അങ്ങനെയുള്ളവർ പോലും സ്റ്റേജ്, പിന്നെ എത്രയും സംസ്ഥാന മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അങ്ങനെ VVIPകളുടെ നീണ്ട നിര നിൽക്കുമ്പോൾ ഇത് അന്വേഷിച്ച് തീർച്ചയായും ഇതിന് ഒരു നടപടി എടുക്കേണ്ടതാണ്. പുതിയ സർക്കാർ അന്വേഷിക്കണം. ഗവർണർ ഉണ്ടായിരുന്നു, ഗവർണർക്കൊക്കെ സ്പെഷ്യൽ പ്രോട്ടോകോളാണ്. മറ്റേ Z+ സുരക്ഷയുള്ള ആളല്ലേ രാഹുൽ ഗാന്ധി. Z+ സുരക്ഷ എന്ന് പറഞ്ഞാൽ ആ വേദി പോലും അവരുടെ കയ്യിലാണ്, കമാൻഡോസിന്റെ വരേണ്ടതാണ്. അത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡും അങ്ങനെയുള്ള. ശരിക്കും ആദ്യം രാജ്ഭവനെ അക്കാര്യത്തിൽ നിർബന്ധം പിടിച്ചത് നല്ലതായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരിങ്ങനെ ഒരു അപകട സാധ്യത അവർ കണ്ടിരുന്നു. ചെന്നൈയിൽ വിജയന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കുമെന്ന് ഗവർണർ ഭയപ്പെട്ടിരുന്നു. അത് തന്നെയായിരിക്കും അവർ. പക്ഷേ അത് വിടാതെ, പക്ഷേ ഇവരത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് പക്ഷേ വളരെ എന്താ പറയുന്നത്, ഒരു അനിതര സാധാരണമായ ഒരു കീഴ്വഴക്കം എന്നൊക്കെ പറയാം. ഇതൊരു കീഴ്വഴക്കം പോലെ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി എന്ത് സത്യപ്രതിജ്ഞ നടന്നാലും ഇത്ര ആൾക്കാർ ഇടിച്ചു കയറി വന്നാൽ സ്വാഭാവികം. മാത്രമേ സ്റ്റേജ് കയറും. കഴിഞ്ഞ തവണ പിണറായിയുടെ രണ്ടാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും സെൻട്രൽ സ്റ്റേഡിൽ തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ സംഭവിച്ചില്ല. കാരണം CPM ആയോണ്ടായിരിക്കും അങ്ങനെ ഇടിച്ചു കയറിയൊന്നും അങ്ങനെ പിണറായി ഉള്ളതുകൊണ്ട് പേടിച്ചായിരിക്കും ആരും വന്നില്ല. എല്ലാവരും അവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പോയി. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഈ കടലിളവും പോലെ, ഞാൻ പറഞ്ഞില്ലേ, ഖദർദാരികൾ തിരുവനന്തപുരത്ത് എവിടെ നോക്കിയാലും ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഇളകി വന്നു. രസകരമായ ഒരു കണക്ക് നമ്മൾ കണ്ടായിരുന്നല്ലോ. അതായത് ഈ സത്യപ്രതിജ്ഞയുടെ തലേന്ന് ഇവിടെ ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ 6 ലക്ഷം രൂപയുടെ കച്ചവടമാണ് ഖദർ തുണിത്തരങ്ങൾക്ക് നടന്നത്. അത് അല്ലാതെ ഡെയിലി ഒരു 1 ലക്ഷം രൂപ താഴെ കച്ചവടം നടന്നുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഒറ്റയടിക്ക് നമ്മൾ ഈ ഭരണം മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലയോ, തിരുവനന്തപുരം മാറാൻ പോവാണ്. ഇന്നിപ്പോൾ തന്നെ നമ്മള് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് നിയമസഭ മുന്നിൽ കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഖദർദാരികൾ തന്നെയാണ്. അതെ, മൊത്തം ഖദർദാരികൾ വരുന്നു, ഹോട്ടലുകൾ നിറയുന്നു, ലോഡ്ജുകൾ നിറയുന്നു. എന്തിന് കടത്തിണ്ണയിൽ പോലും ഖദർദാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മൊത്തം ഒരു ഓളം. നേരത്തെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഒരു ഈച്ചയ്ക്ക് പോലും അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇപ്പൊ ഇഷ്ടം പോലെ ആള് വന്നു. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു മുന്നൊരുക്കം പോലെയാണ്, ശരിക്കും ഒരു ഡ്രസ് റിഹേഴ്സൽ പോലെയാണ് ഈ പ്രോട്ടോകോളിൽ എങ്ങനെ അവിടെ നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ IAS IPS വല്ലതും തട്ടിക്കയറി എന്ന് പറയുന്നു. അതെ, നിന്നെ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അവരിപ്പോൾ എത്ര വലിയ പ്രോട്ടോക്കോളാന്ന് പറഞ്ഞാൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഇവരെ തടയാൻ ചെല്ലുമ്പോൾ അവർ ഉറപ്പായിട്ടും ഇവരോട് തട്ടിക്കയറും. അത് സ്വാഭാവികം. മാത്രമല്ല, ഈ അവിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ, ഈ ഡെപ്യൂട്ടി സെക്രട്ടറി, നാഡിൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്. ഇപ്പം മാത്രം ഇതിൽ വിചിത്രമായൊരു കാര്യം, ഇവിടെ കാറുകളിൽ, ഇപ്പോൾ പ്രൈവറ്റ് കാറുകളിൽ ബോർഡ് വയ്ക്കാം, ഡെപ്യൂട്ടി സെക്രട്ടറി പ്ലാനിങ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന്, അങ്ങനെ ഹോം എന്നൊക്കെ വയ്ക്കാം. ഒരു ഈ സ്വാതന്ത്ര്യം ഇത് സെക്രട്ടേറിയറ്റുകാർ തന്നെയാണ് പ്രപ്പോസൽ വയ്ക്കുന്നത്, അവർ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. വേറൊരിടത്ത് ഈ പ്രസ്ഥാനമില്ല. സ്വന്തം കാലം ചുവന്ന ബോർഡ് വയ്ക്കാൻ പറ്റില്ല. ഈ ഞാൻ ഒരു പ്രസ് ക്ലബിൻ്റെ, ഞാൻ യൂണിയൻ ഭാരവാഹിയ സമയത്ത് പറ്റുന്നുണ്ട്. ഞാൻ ആ പ്രസ് ക്ലബിൻ്റെ നമ്മുടെ യൂണിയൻ ഓഫീസിന് അവിടെ നിങ്ങൾ നടന്നു വരുന്ന വഴിയിൽ സെക്രട്ടറിൻ്റെ മുന്നിൽ ഒരാൾ കാറുകൊണ്ട് പാർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ പാർക്കിംഗ് ഫീ ഉണ്ടല്ലോ, 10 രൂപയോ മറ്റോ സ്ത്രീകൾ നിൽക്കുമല്ലോ, നമ്മുടെ ഓഫീസിൻ്റെ അവിടെ ഉണ്ട്, 10 രൂപ എന്ന് കൊടുക്കണം. ഒരു കാറുകൊണ്ട് നിർത്തുന്നു, അയാൾ എന്തോ സെക്രട്ടറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇയാൾ പൈസ കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. ശരി. അപ്പോൾ ആ സ്ത്രീ വന്ന് സാർ പൈസ എന്ന് പറഞ്ഞാൽ, ഞാൻ പൈസ തരാൻ പറ്റില്ല, ബോർഡ് വായിച്ചു നോക്കുന്നത്, കാറിൽ നിനക്ക് കണ്ണുകൊണ്ടൂടെ അത് വായിച്ചു നോക്കുന്നൊക്കെ പറയുന്നു. ഈ ചുവന്ന ബോർഡ് വെച്ചിട്ടുണ്ട്, എന്തോ സെക്രട്ടറി എന്നുണ്ട്. ഇയാൾ 10 രൂപ കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. അയാൾ തർക്കിക്കുകയാണ്. തർക്കിച്ചതെന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം കൂടെ നിനക്ക് ജോലിയാണുള്ളൂ എന്ന് അയാൾ പറഞ്ഞു. ഇന്നത്തോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, നിന്നെ നോക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ഓഫീസിലോട്ട് പോയിട്ട് ഇയാൾക്കാണെങ്കിൽ കീഴക്കാരെ സെക്രട്ടറി കൊണ്ടുവന്നില്ലാന്നുള്ളതേ ഉള്ളൂ. ഇയാൾ എനിക്ക് അന്ന് അവധി ദിവസം പോലെയാണോ സംശയമുണ്ട്. എന്തായാലും ഇയാൾ തർക്കിക്കുന്നു, ഇയാൾ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു, അവരെ ഭീഷണിപ്പെടുത്തി തന്നെയാണ്.
ഞാൻ സെക്രട്ടറിയാണ്, നീ ബോർഡ്, അയാൾ പലവണ പറയുന്നുണ്ട് നീ ബോർഡ് വായിച്ചു നോക്കി, ഞാൻ ആരാണെന്നുള്ളത് അതിൽ നോക്കി അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പം അവിടുത്തെ ഓട്ടോക്കാർ, അവിടുത്തെ കുറേ ആളുകൾ കൂടി തരും, അവർ വന്ന് ഇടപെട്ടില്ല. അവർ വന്ന് നടക്കൂലെന്നോ, ഞങ്ങളെല്ലാം പൈസ കൊടുത്തിട്ട് പറയുന്നത്, തനിക്കെന്തോന്നും കുഴപ്പമെന്ന് ചോദിച്ചു. ഈ നാട്ടുകാർ ഇളവ് വന്ന് കണ്ടപ്പം ചേട്ടന് പേടിയായി, 10 രൂപ കൊടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ സ്ത്രീയുടെ ജോലി എന്തെറിച്ച് പോയി തെറിപ്പിച്ച് കാണുമായിരിക്കും. ആള് കൂടിയ സ്ഥിതിക്ക് പിന്നെ അതിന് തൽക്കാലം 10 രൂപ കൊടുക്കാതെ വേറെ വഴിയില്ല. അതിന്റെ വേറെ പതിപ്പ് ഇവിടെ എന്താണെങ്കിലും നമ്മൾ ആലോചിക്കണം, ഇത്രയും ഹൈ സെക്യൂരിറ്റി പേഴ്സൺസ് അതിനകത്ത് ഇരിക്കുമ്പോൾ, സെക്യൂരിറ്റി ആവശ്യമുള്ള കാറ്റഗറിയുള്ള പേഴ്സൺസ് ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ റിനി ആൻഡ് ജോർജിനെ പോലെ ഒരാൾ അവിടെ ചെന്ന് കയറുന്നത്. റിനി ആൻഡ് ജോർജ് ആരാണ് സത്യത്തിൽ? അവരൊരു കോൺഗ്രസ് പ്രവർത്തകയല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല, അവരൊരു ഇടതുപക്ഷ പ്രവർത്തകയാണ്. വി ഡി സതീശന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ടൈസൺ മാസ്റ്ററുടെ കലാശക്കൊട്ട് പരിപാടിയിൽ ആഘോഷത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നുണ്ട് അവർ. വി ഡി സതീശനെ അടിമുടി സംശയത്തിലാക്കി കഴിഞ്ഞു ഇവരുടെ വരവ്. മാത്രമല്ല അവർ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ മന്ത്രിമാരെയും കൂടെ പോയി ചേട്ടൻ അങ്ങനെ പറഞ്ഞ് ഇടുന്നുണ്ട് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ വ്യക്തിത്വം, ഈ യുവതി വന്ന് കയറിയിരിക്കുന്നത് ശരിക്കും വി ഡി സതീശന് വലിയ പണിയായിട്ട് മാറും. ഇന്നിപ്പോൾ ജിൻഡോ ജോൺ സഹിതം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജിൻഡോ ജോൺ ഇട്ടിരിക്കുന്നത് ഇന്നലെ വിജിൽ മോഹനൻ എന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പോസ്റ്റ് ഇട്ടിരുന്നു. അത് റിനി ആൻഡ് ജോർജിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ്. ഇന്ന് ജിൻഡോ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ കാര്യമാണ്. ജിൻഡോ ജോർജ് കഴിഞ്ഞ ദിവസം വടശ്ശേരിൽ അതിനെതിരെ അദ്ദേഹം റോമൻ കാത്തലിക് ജിൻഡോ ജോൺ എന്നൊക്കെ എഴുതി വിട്ടു. അത് ശരിയാണ്, അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കാര്യപ്രാപ്തിയുള്ള കാര്യം. പിണറായി പോലീസിന്റെ അടി, അതുപോലെ പിണറായി SFIക്കാരും DYFIക്കാരും തൊഴി, ഇതെല്ലാം വാങ്ങിച്ച് കഷ്ടപ്പെട്ട് തെരുവിൽ കിടന്നും പിന്നെ രാവിലെ ഉറക്കമില്ലാതെയും ഞങ്ങൾ പടുത്തുയർത്തി എടുത്തതാണ്. കോൺഗ്രസ്സുകാരും ഇവരും കൂടെ പിടിച്ചെടുത്ത വിജയമാണ്. അതിനകത്ത് എവിടെ നിന്നോ വന്ന റിനി ആൻഡ് ജോർജിന് എന്താണ് പങ്ക് എന്ന് അയാൾ കൃത്യമായിട്ട് അതിനകത്ത്. കോൺഗ്രസിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, അടി കൊള്ളാൻ ഒരുത്തനും ഒരു ഗുണഫലം കൊയ്യാൻ വേറെ ആളുവാന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പം നമ്മൾ വേറെ കാര്യമുണ്ട്. അപ്പം നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഈ റിനി എന്ന് പറയുന്ന കുട്ടി പോസ്റ്റ് ഇടുന്നുണ്ട്. ഇതിനടിയിൽ വന്ന മുഴുവൻ ആൾക്കാരും ഈ റിനിക്കെതിരെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി വീണ്ടും പോസ്റ്റ് ഇടുന്നത് എന്തോ, എനിക്ക് ഒരുത്തനെയും പേടിയില്ല, ഞാൻ നിഗ്രഹിക്കാൻ അവതാരമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയാണ്. ആരെ ആകും ഈ കുട്ടി നിഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മിക്കവാറും വി ഡി സതീശന് കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് മാത്രമല്ല, ഇപ്പം ആരെങ്കിലും ഒരു പരാതി കൊടുക്കുക, ഈ പ്രോട്ടോകോൾ വേദിയിൽ റിനി ആൻഡ് ജോർജ് വന്നതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് ഒരു പരാതി കൊടുക്കുക. ഇത് അന്വേഷിച്ചല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ വി ഡി സതീശൻ്റെ ആളാണെന്നും പറഞ്ഞ് അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ. അപ്പോൾ എന്താ പറ്റും? ആഭ്യന്തരം വി ഡി സതീശൻ്റെ കൈവശമില്ല. രമേശ് ചെന്നിത്തല അന്വേഷിക്കാൻ ഉത്തരവിട്ടാൽ അവിടെ പണിയായോ? അത് അത്രേ ഉള്ളൂ, അവിടെ പണിയാവും. അപ്പോഴത്തേക്ക് എന്താ പറ്റും? വി ഡി സതീശൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളിനെതിരെ രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിടും. അതോടെ ചെന്നിത്തല വീണ്ടും വിവാദപുരുഷനായിട്ട് മാറും. അല്ല, ഇത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ റിനി ജോർജ് മാത്രമല്ല, വേറെ ഒരുപാട് ആളുകൾ അവിടെ സ്റ്റേജിൽ കയറി, വേദിയിൽ കയറി. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. ഈ VIP ഈ ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഈ VIP പ്രോട്ടോകോളൊക്കെ പാലിക്കേണ്ട സർക്കാരിൻ്റെ പുസ്തകമുണ്ട്. അതെ, അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പണ്ട് നമ്മുടെ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഒരു ചടങ്ങിനെത്തി. അപ്പോൾ അന്ന് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്കൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷണർ ഒരാളുണ്ടെന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിനെ പിടിച്ച് പുറകെ കസേര ഇട്ടിരുന്നു. അദ്ദേഹം വന്നിട്ട് ആ ചടങ്ങിൻ്റെ മുഖ്യ സംഘടകനായ സീനിയർ IS ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞ് ബ്ലൂ ബുക്ക് എടുത്ത് നോക്കാൻ പറഞ്ഞു, എൻ്റെ കസേര എവിടെയാണ് ഇടേണ്ടതെന്നുള്ളത്. ഫ്രണ്ടിലിടേണ്ടതാണ്, ഇലക്ഷൻ കമ്മീഷണർ വലിയ പദവിയാണ്. അന്നാണ് നാട്ടുകാർക്ക്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടല്ലോ സ്റ്റേഷൻ എത്ര ശക്തമായ തോതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, പ്രോട്ടോകോൾ പാലിപ്പിച്ചു. അദ്ദേഹം നിയമം എഴുതി വെച്ചത് നടപ്പാക്കുന്നതിലേക്ക് അദ്ദേഹം എത്തി. അല്ല, അത് ഈ നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ പിണറായി പോലീസ് കാണിച്ച ഒരു പണിയാണോ എന്ന് പോലും നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അന്ന് ഇതെല്ലാം ആളെ ഇറക്കി വിട്ടുകൊടുത്തത് അവർക്ക് നിയന്ത്രിക്കാമായിരുന്നു. തിരുവനന്തപുരം തലസ്ഥാന നഗരത്ത് പോലീസിന് ഈ ഒരു ചടങ്ങിന് ഭംഗിയായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് പോലീസുകാർ കുറവുമില്ല. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ആഭ്യന്തരമന്ത്രി ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം പോലീസ് റീഷഫിൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഭരിക്കുന്നതും പിണറായി പോലീസ്. കൊച്ചിയിലെ വിഷയം അവരുണ്ടാക്കിയതല്ലോ ഇന്നലത്തെ. അതിന് യാതൊരു സംശയവും വേണ്ട. പോലീസിന്റെ ഭരണം ഇപ്പോഴും പിണറായിയുടെ കയ്യിലാണ്, അല്ലെ ശശിയുടെ കയ്യിലാണ്. അതാണ് ഇന്നലെ കൊച്ചിയിൽ സംഭവിച്ചത്. ഇത്രയും നാൾ കുടിയൊഴിപ്പിക്കാത്ത ആ സ്ഥലത്ത് കുടിയൊഴിപ്പിക്കാൻ ചെല്ലുന്നു. അവിടെ കുന്നത്ത് നാട്ടിലല്ലേ, അവിടെ ചെന്ന് ഇന്നൊരു വിഷയം ഉണ്ടാക്കുന്നു. ആ വിഷയം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എവിടുന്നോ പറന്നു വന്ന പോലെ ശ്രീനിധൻ വന്ന് നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിടുന്നു ശ്രീനിധനോട് ചോദിക്കുന്നു, 10 വർഷം ഇയാൾ എവിടെ ആയിരുന്നു? ഇവിടെ ഇത്രയും വലിയ വെള്ളം നടന്നില്ല, ഇയാൾ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കാൻ വന്നില്ല? അപ്പം എന്ത് പറ്റും? അവിടെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാകുന്നു.
ശ്രീനിധി സത്യത്തെ നാണം കിട്ടും. അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ പോലീസിനെ പുനഃസംഘടിപ്പിച്ചേ പറ്റൂ. എല്ലായിടത്തും പുനഃസംഘടിപ്പിക്കണം. കാരണം ഈ പഴയ വിധേയന്മാർ അവർക്ക് ഇപ്പോഴും വിധേയത്വം വിട്ടിട്ടില്ല. ഇല്ല, അത് മാത്രമല്ല, ഇവരുടെയൊക്കെ വിചാരം എന്താണ്, ഇനി അധികാരത്തിൽ വരുമ്പോൾ, ഇപ്പോൾ അധികാരത്തിരിക്കുന്ന UDF അവർക്ക് പേടിയില്ല. ഇല്ല, ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന CPM അവർക്ക് പേടി. അവർക്ക് ഇപ്പൊ മനസ്സിലായി. പക്ഷേ UDF ഇപ്പൊ വേറൊരു കാര്യമുണ്ടല്ലോ, അടിച്ചവന്മാരില്ലേ, പിള്ളേരെ അടിച്ചോ, തലക്കടിച്ചവൻ രക്ഷാപ്രവർത്തകർ ഗോപനും അനിൽ കല്ലിയൂർ. ഇപ്പൊ ഇവന്മാരെ ശിക്ഷിക്കുന്നതിനകത്ത് പോലീസ് അസോസിയേഷനിൽ പോലും എതിരഭിപ്രായമില്ല. പോലീസ് അസോസിയേഷനിൽ പെട്ട ആൾക്കാർ വരെ പറയുന്നത് വൃത്തികേടാ കാണിച്ചത്, അഹങ്കാരമാണ് കാണിച്ചത്, അതിനകത്ത് അവന്മാർ എന്താണെന്ന് വെച്ചാൽ വാങ്ങി കൂട്ടിക്കോട്ടെ എന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ പ്രോട്ടോകോൾ ലംഘനം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, റിനി ജോർജിനെ പോലെയുള്ള ഈ വെറും സാധാരണപ്പെട്ട ആൾക്കാർ എങ്ങനെ ആ വേദിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനെക്കുറിച്ച് കർശനമായിട്ടുള്ള അന്വേഷണം വേണം. ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം. പ്രോട്ടോകോൾ ലംഘനത്തിന് ഇവർക്കെതിരെ കേസും എടുക്കണം. മാത്രം ഇതുപോലെ പലരും അവിടെ കയറി പറ്റുണ്ടായി, നമ്മൾ അറിയുന്നില്ല. ഇവർ ഫേസ്ബുക്കിൽ അങ്ങനെ പടം ഇട്ടാലേ നമ്മൾ അറിയുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ആരൊക്കെ അവിടെ കയറി ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല.